ഈ വീഡിയോയിൽ നമ്മൾ IELTSന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആദ്യത്തെ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നത് മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് യുവർ സെൽഫ് ഇനഫ് ടൈം ടു സ്റ്റഡി ബിഫോർ പിക്കിംഗ് എ ഡേറ്റ്. ഓക്കെ, അതായത് ജനറലി നമ്മൾ കാണാറുണ്ട് ചില സ്റ്റുഡൻസ് ഒരു ഡേറ്റ് പിക്ക് ചെയ്തിട്ട് അതിന് മുന്നേ ഉള്ളൊരു 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കുള്ളിലായിരിക്കും IELTS പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ സമയത്തിനുള്ളിൽ എല്ലാ മോഡ്യൂളും കവർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഈ സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പം ഇത് നമുക്കൊരു എന്താ പറയുന്ന ഒരു ചാലഞ്ചാണ്. അപ്പം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, അതേപോലെ നിങ്ങളുടെ ട്രെയിനർ നന്നായിട്ട് കോൺഫിഡൻ്റ് ആണ് എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പിക്ക് എ ഡേറ്റ്. ഇനിയും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം IELTSൽ നമുക്ക് 4 മോഡ്യൂളുള്ള കാര്യം. ഇതിലേതെങ്കിലും ഒരു മോഡ്യൂളിന് മാത്രമായിട്ട് നമുക്ക് പിന്നീട് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഏതെങ്കിലും ഒരു മോഡ്യൂളിൽ നമുക്ക് സ്കോർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മളെല്ലാം ഒന്നും കൂടെ എഴുതണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് IELTS അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ പോയിന്റിലേക്ക് വരാം. ഇത് സ്റ്റുഡൻസിന് ഇടയിലുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് ചില സെൻറ്ററുകൾ പോയി എഴുതി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എല്ലാ എക്സാമിനേഴ്സിനെയും ട്രെയിൻ ചെയ്യുന്നത് ബ്രിട്ടീഷ് കൗൺസിലാണ്. IELTSൻ്റെ എല്ലാ എക്സാമിനേഴ്സിനെയും ബ്രിട്ടീഷ് കൗൺസിലാണ് ട്രെയിൻ ചെയ്യിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ 2 വർഷം കൂടുമ്പോൾ ഇവർക്ക് റീസർട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ എവിടെ പോയി എഴുതി കഴിഞ്ഞാലും നമ്മുടെ സ്കൂളിൽ വലിയ ചേഞ്ച് ഒന്നും വരാൻ പോകുന്നില്ല. ഇനി നാലാമത്തെ കാര്യം, IELTSന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ മുന്നേ മേക്ക് ഷുവർ ദാറ്റ് യു ഹാവ് എ നോളജ് അബൌട്ട് ഓൾ ദി മോഡ്യൂൾസ്. ഓക്കെ, നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം എല്ലാ മോഡ്യൂളിലും എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഓരോ മോഡ്യൂളും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ മോഡ്യൂളിലും വേറെ എന്തെങ്കിലും ടാസ്കുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇനി അവസാനത്തെ പോയിന്റ്, വിച്ച് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്, നമ്മളുടെ വീക്ക് സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ചില ആളുകൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയായിരിക്കും, പക്ഷേ റൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ എഴുതാൻ പറ്റില്ല. ചില ആളുകൾക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റും, പക്ഷെ സ്പീക്കിംഗ് മോശമായിരിക്കും. ചില ആളുകൾക്ക് നല്ല വൊക്കാബുലറി ഉണ്ടാവണം എന്നില്ല. ചില ആളുകൾക്ക് ഗ്രാമാറ്റിക്കൽ റേഞ്ച് വളരെ കുറവായിരിക്കും. ചില ആൾക്ക് വേർഡ് കൗണ്ട് ഉണ്ടാവില്ല, ചില ആളുകൾക്ക് വേർഡ് കൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വളരെ കോമൺ ആയിട്ട് വരുന്ന കുറേ വീക്ക് സ്പോട്ട്സ് ഉണ്ട് നമുക്ക്. അപ്പം നമ്മുടെ വീക്ക് സ്പോട്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ 5 പോയിൻറ്റും ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. ഇംഗ്ലീഷ് ഹൗസിൻ്റെ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയാനും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യൂ. English House. English at your fingertips.